ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. നഗരവികസനത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട കേബിളുകൾ MLA മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ റോഡിൽ നിന്നും നീക്കം ചെയ്തു. കേരള വിഷൻ ഉൾപ്പെടെ കേബിളുകൾ നീക്കം ചെയ്തെങ്കിലും അപകട ഭീഷണിയായി മറ്റ് കമ്പനികളുടെ കേബിളുകൾ മാറ്റിയിരുന്നില്ല. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട കേബിളുകളാണ് MLA മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ റോഡിൽ നിന്നും നീക്കം ചെയ്തത്. നഗരത്തിൽ കേബിൾ നെറ്റ്വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് നെറ്റ്വർക്കിന്റെ കേബിളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കേരള വിഷൻ, എയർടെൽ, ജിയോ എന്നീ നെറ്റ്വർക്കുകളും വന്നു. ഇതിനിടെ കേബിളുകളിൽ നിരവധി മാറ്റങ്ങൾ വന്നു. അപ്പോഴെല്ലാം കമ്പനികൾ പുതിയ പുതിയ കേബിളുകൾ ഉപയോഗിച്ചു. ഇതാണ് കേബിളുകൾ ഇത്തരത്തിൽ കൂടാൻ കാരണമായത്. ദീർഘകാലമായുള്ള പ്രമുഖ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷൻ ഉൾപ്പെടെയുള്ളവർ കേബിളുകൾ റോഡിൽ നിന്നും നീക്കം ചെയ്തിരുന്നെങ്കിലും അപകട ഭീഷണി ഉയർത്തി മറ്റ് കമ്പനികളുടെ കേബിളുകൾ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. നിരവധി ആളുകൾ കേബിളുകളിൽ തട്ടി വീഴുന്ന സാഹചര്യവുമുണ്ടായി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളോട് MLA എന്ന നിലയിൽ കേബിളുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും അവരൊന്നും അതിന് തയ്യാറായില്ലെന്ന് MLA പറഞ്ഞു. നമ്മുടെ നഗരത്തില് വളരെ ശ്രമകരമായ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ പോസ്റ്റുകൾ ഷിഫ്റ്റിംഗ് നടത്തി. അപ്പൊ അതിന്റെ ഉണ്ടായിരുന്ന കേബിൾസ്, അതായത് പ്രൈവറ്റ് കേബിൾ ഓപ്പറേറ്റേഴ്സ് ആളുകൾക്ക് കണക്ഷൻ നൽകി അവരിൽ നിന്നും പണം വാങ്ങിയിരുന്ന കേബിൾസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് താഴെയിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അത് റിമൂവ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. അവരോട് പല ആവർത്തി ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു, മറ്റിതര ഡിപ്പാർട്ട്മെന്റുകളോട് പറഞ്ഞിട്ടും നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ വീക്ക്നെസ് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കാൽനട യാത്രക്കാരൻ ഈ കേബിളിൽ തട്ടി വീഴാൻ പോയി. മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരൻ അവനും ഇത് കേബിളിൽ കുരുങ്ങി വീഴാൻ പോയി. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ട് MLA എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടും അവരിതുവരെ ആ വർക്ക് ക്യാരി ഔട്ട് ചെയ്തില്ല. എന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിന്റെ പേരിൽ സമരം ചെയ്യുകയോ ഇതിന്റെ പേരിൽ പ്രതിഷേധിക്കുക. നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള ഒരു വാർത്ത നൽകി. എന്നിട്ടും റെസ്പോണ്ട് ചെയ്യാത്തൊരു സിസ്റ്റത്തോട് ഒന്നുകിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. പക്ഷെ സമരം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു സന്ദേശം നൽകാൻ കഴിയുന്നതാണ്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ പുതിയൊരു തലമുറ ഈ നാടിന്റെ നന്മയെ കരുതി ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ പ്രയാസപ്പെട്ട് ഈ ജോലി ഈ നാടിന് വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാകുമോ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവധിക്കാലത്ത് നിങ്ങളത് വിളിച്ചു വരുത്തി ഈ വെയിലിൽ ഇതുപോലൊരു ഇതിനു വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ, തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS കുട്ടികളും വാർഡ് കൗൺസിലർമാരും ചേർന്ന് MLAക്കൊപ്പം കേബിളുകൾ നീക്കം ചെയ്തത്. മൂവാറ്റുപുഴ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ വിവിധ സ്ഥലങ്ങളിലാണ് അലക്ഷ്യമായി കേബിളുകൾ മുറിച്ചിട്ടിരുന്നത്. നഗരവികസനത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനൊപ്പം പുതിയ കേബിളുകളും കേബിൾ കമ്പനികൾ സ്ഥാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പഴയ കേബിൾ വേസ്റ്റായി മാറിയത്. കേരള വിഷൻ ഉൾപ്പെടെയുള്ള കേബിൾ ഓപ്പറേറ്റർമാർ അവിടെ നിന്നും അപ്പോൾ തന്നെ കേബിൾ നീക്കം ചെയ്തിരുന്നു. എന്നാൽ മറ്റ് കമ്പനികൾ ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് റോഡിൽ കേബിളുകൾ കുന്നുകൂടിയത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ്, വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, വാർഡ് കൗൺസിലർമാരായ ജോസ് കുര്യാക്കോസ്, PM അബ്ദുൾ സലാം, ജോയ്സ് മേരി ആന്റണി, ജിനു ആന്റണി, അമൽ ബാബു, ജോളി മണ്ണൂർ, KK സുബൈർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ തുടങ്ങിയവരും കേബിൾ നീക്കം ചെയ്യാൻ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.